ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അന്നാബിയത്തുൽ ജഅദി എന്ന് പറയുന്നൊരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ കൂട്ടത്തിൽ പ്രവാചകന്റെ പ്രാർത്ഥന കൊണ്ട് ദീർഘായുസ് ലഭിച്ചൊരു സഹാബിയാണ് അദ്ദേഹം. അദ്ദേഹം നല്ലൊരു കവിയായിരുന്നു. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് വിഗ്രഹാരാധന നടത്തിയും മദ്യപിച്ചൊക്കെ ജീവിച്ച മനുഷ്യനായിരുന്നു. പക്ഷെ പ്രവാചകന്റെ അടുക്കൽ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹം വന്നു. അപ്പോൾ നബിയുടെ മുന്നിൽ വെച്ച് അദ്ദേഹം 2 കവിത ചൊല്ലി. ആ കവിത പ്രവാചകന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം കവിതയിലൂടെ എങ്ങനെയാണ് പറഞ്ഞത്? ഞങ്ങൾ ആകാശം മുട്ടെ എത്തി നിൽക്കുന്ന ആളുകളാണ്, എന്നാലും ഇനി ഞങ്ങളുടെ സ്വപ്നം ആകാശത്തിനപ്പുറയാണ്. ഈ അർത്ഥം വരുന്നൊരു കവിത ചൊല്ലിയപ്പോൾ വിശ്വാസം അദ്ദേഹത്തോട് ചോദിച്ചു, ആകാശത്തിനപ്പുറത്ത് എന്താണ് ഇനി നിന്റെ സ്വപ്നമെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സ്വർഗമാണ്, സ്വർഗം കിട്ടലാണ് എന്റെ സ്വപ്നമെന്ന് പറഞ്ഞു. അപ്പോഴാണ് പ്രവാചകൻ അദ്ദേഹത്തിനോട് ചെയ്തൊരു പ്രാർത്ഥനയുണ്ട്, ലാ ഫല്ലല്ലാഹു ഫാക്ക, അള്ളാഹു നിന്റെ പല്ലു കൊഴിക്കാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിച്ചത്. പല്ലു കൊഴിക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന ഫലിച്ചു. അദ്ദേഹം മുസ്ലിമാകാൻ വേണ്ടി വരുമ്പോൾ തന്നെ നല്ല പ്രായമുണ്ട്, ഏകദേശം 90 വയസ്സുള്ള അദ്ദേഹത്തിനെന്ന് പറയുന്നു. പിന്നീട് അദ്ദേഹം 150 വർഷം കൂടി പിന്നെയും ജീവിച്ചു. ഏതാണ്ട് 240 വയസ്സോളം ജീവിച്ചിട്ട് മരിച്ചുപോയ ഏറ്റവും പ്രായം കൂടിയ ഒരു സഹാബിയാണ് അന്നാബിയത്തുൽ ജഅദി റളിയല്ലാഹു തആല. അദ്ദേഹത്തിന്റെ ആയുസിന്റെ പിന്നിൽ പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. ദീർഘായുസ് ലഭിക്കാൻ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ദീർഘായുസ് നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടതാണ്. മരണത്തെ ആരും ആഗ്രഹിക്കരുത്. ലായത്തമന്നയൻ അഹദുക്കുമുൽ മൗത്തലു ദുരിൻ അസാബഹു, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും മരിക്കണേന്ന് ആഗ്രഹിക്കരുത്, പ്രാർത്ഥിക്കുകയും ചെയ്യരുത്. കാരണം നല്ല ആളാണെങ്കിൽ ആ ജീവിതം കൊണ്ട് അവന് നന്മ കൂടുതൽ ചെയ്യാൻ കഴിയും. ഇനി മോശക്കാരനാണെങ്കിൽ പോലും മരിക്കാൻ ആഗ്രഹിക്കരുത്, കാരണം തൗബ ചെയ്യാനുള്ള അവസരം കിട്ടിയെന്നിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും ദീർഘായുസ് നല്ലത് തന്നെയാണ്. ഒരാളുടെ ദീനിൽ പരീക്ഷിക്കപ്പെടുമെന്ന് മനസ്സിലായാൽ മാത്രമേ മരിപ്പിക്കാൻ ആഗ്രഹിക്കാവൂ. ഇനി ഞാൻ ജീവിച്ചിരുന്നാൽ എന്റെ ദീൻ കുറഞ്ഞു പോകും, എന്റെ ദീൻ നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കാം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജ്ജിന് വേണ്ടി വന്നു. ഹജ്ജ് കഴിഞ്ഞ് മക്കയിൽ ഇങ്ങനെ മലർന്നു കിടക്കുന്ന സമയത്ത് ഉമർ ചെയ്യുന്നൊരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ കബറത്തു സിന്നി, പടച്ചോൻ എന്റെ പ്രായമൊക്കെ കൂടുതലായിട്ടുണ്ട്, വന്തശറത്ത് റഅയ്യത്തി, എന്റെ ഭരണീയർ ധാരാളം വ്യാപിച്ചിട്ടുണ്ട്, ധാരാളം ആളുകളുണ്ട്, വദഅഫത്ത് ഖുവ്വത്തി, എന്റെ ശക്തിയെല്ലാം ക്ഷയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫഖ്ബൽനി, എന്നെ നീ ഇനി പിടിക്കണം, എന്റെ റൂഹ് പിടിക്കണമേ, ഗൈറ മുഫരിത്തിൻ വലാ മുഗയ്യിരിൻ, ഇനി എന്റെ ദീനിന് മാറ്റം വരാത്ത ഒരവസ്ഥയിൽ, ഇനി ദീൻ കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി എന്റെ റൂഹ് പിടിക്കണം ഉമറുല്ലാന് പ്രാർത്ഥിക്കുന്നുണ്ട് ഹജ്ജിന്റെ വേളയിൽ. അദ്ദേഹം അത് കഴിഞ്ഞ് മദീനയിൽ ചെന്ന് ഷഹീദാകാണ് ഉണ്ടായത്, കുത്തേറ്റ് മരിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ദീർഘായുസ് നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ അർദലുൽ ഉമറും, ഒരു പ്രയോജനമില്ലാത്ത ആയുസിനെ തൊട്ട് കാവല് ചോദിക്കുകയും വേണം. ഒരു ഓർമ്മയില്ല, കിടന്ന കിടപ്പിൽ തന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഒരു നന്മയ്ക്കുള്ള അവസരമില്ലാതെ മറ്റുള്ളവർക്ക് ഭാരമായി ഈ ഭൂമി ലോകത്ത് ജീവിക്കുക, അങ്ങനെ ഒരു ജീവിതം കൊണ്ട് കാര്യമില്ല. അത് നമ്മൾ അള്ളാഹുവിനോട് കാവല് ചോദിക്കുകയും വേണം. ഒന്നാമതായി ദീർഘായുസിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഈ സഹാബിക്ക് കിട്ടിയത് നബിയുടെ പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും വലിയൊരു ആയുസ് ജീവിച്ചിരിക്കാനൊക്കെ കഴിഞ്ഞത്. ധാരാളം യുദ്ധങ്ങളിലൊക്കെ പിൽക്കാലത്ത് അദ്ദേഹത്തിന് പങ്കെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ആയുസ് ദീർഘിക്കാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന അഅ്മാലുൽ ബിർറ്, നന്മകൾ അധികരിപ്പിക്കുക. നന്മകൾ കൂടുതൽ ചെയ്യുന്ന ആളുകൾ, പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് കൂടുതൽ സേവനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു തആല ആയുസ് നീട്ടിക്കൊടുക്കും. മൂന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബന്ധങ്ങളെ ചേർക്കുക എന്നുള്ളതാണ്, പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങൾ ചേർക്കുക. മൻ സർറഹു അൻ യുസ്അലഹു ഫി അസ്രിഹി വയുബ്സത ലഹു ഫി റിസ്ഖിഹി ഫൽയസിൽ റഹിമഹു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ആയുസ് നീട്ടിക്കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, റിസ്ക് വിശാലമാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയസിൽ റഹിമഹു, കുടുംബ ബന്ധങ്ങളെ ചേർത്തുകൊള്ളട്ടെ. കുടുംബബന്ധം ചേർക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല ദീർഘായുസ് കൊടുക്കും. ബന്ധം മുറിക്കുന്ന ആളുകൾക്ക്, ഒറ്റയ്ക്ക് സ്വാർത്ഥമായി ജീവിക്കുകയും മറ്റുള്ളവരെ അവഗണിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു തആല ആയുസ് കുറച്ചു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു നമുക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.